ഹലോ വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഈ ചേമ്പൊക്കെ ഉണ്ടല്ലോ തലയെടുപ്പോട് കൂടി നല്ല നനഞ്ഞ് നല്ല പച്ച കളറിൽ ഇങ്ങനെ നിൽക്കുമ്പോഴേ നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? പ്രകൃതി ഭംഗി ആസ്വദിക്കാനായിരിക്കും അല്ലേ? എനിക്കെന്താ തോന്നുന്നതെന്നറിയോ? ഇതിൻ്റെ തണ്ടൊക്കെ അരിഞ്ഞ് കറി വെക്കാനാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. ചേമ്പും തണ്ട് കറിയും അതുപോലെ തന്നെ ചേമ്പും തണ്ട് ഉപ്പേരി ആക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഈ ഒരു സീസൺ ആയിക്കഴിഞ്ഞാലേ ഇത് തന്നെയാണ് എൻ്റെ അമ്മേൻ്റെ പരിപാടി. അച്ഛനാണെങ്കിൽ ഞങ്ങൾ ഓടിക്കാത്തത് ഭാഗ്യമാണ്. കാരണം അച്ഛൻ കഷ്ടപ്പെട്ട് ഇത്രയും ആക്കിയെടുക്കുന്ന ചേമ്പാണ്. അതിൻ്റെ തണ്ട എടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. എന്നാലും അച്ഛൻ പറയും തണ്ടൊക്കെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് വിത്തിന് നല്ലതല്ല എന്ന്. എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ പറയും നിനക്ക് തുടങ്ങി എന്നുള്ളത് കേട്ടോ. പക്ഷേ ഇങ്ങനെയുള്ള നല്ല നല്ല സാധനങ്ങളൊക്കെ നമ്മൾ കഴിക്കുന്നത് നല്ലതല്ലേ? ഈ കടയിൽ നിന്ന് പച്ചക്കറിയൊക്കെ ഒരുപാട് വിലയും കൊടുത്ത് വാങ്ങി അത് ഫുള്ള് വിഷമായിരിക്കും എന്ന് കരുതി എല്ലാ സാധനവും വിഷം തന്നെയാണ്. പക്ഷെ നമുക്ക് വീട്ടിൽ നിന്ന് നല്ല നല്ല സാധനങ്ങൾ കിട്ടുമ്പോൾ പിന്നെ നമ്മൾ അത് എന്തിനു കണ്ടില്ല എന്ന് അടിക്കണം. അപ്പം പിന്നെ ചേമ്പും തണ്ടൊക്കെ ഈ ഒരു ടൈമിലാണ് ആവുക. അതായാൽ പിന്നെ കൺഫ്യൂഷനേ ഇല്ല കറി വെക്കാൻ എന്താണെന്നുള്ളത്. നേരെ പറമ്പ് പോവും, ഓരോ കൈ ഇങ്ങ് പറിച്ചെടുക്കും, ഉപ്പേരിയും കറിയൊക്കെ ആയിട്ട് വെക്കും. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടി അത് തന്നെ കേട്ടോ. ഞാൻ കുറേ നേരമായിട്ട് ഈ ചേമ്പിൻ്റെ ഉള്ളിൽ നിന്ന് എന്താ കളിക്കുന്നത് അച്ഛൻ നോക്കുകയാണേ. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫോണൊക്കെ ഇങ്ങനെ അങ്ങും ഇങ്ങൊക്കെ വെച്ച് വീഡിയോ എടുത്ത് ചേമ്പിൻ്റെ തണ്ടൊക്കെ മുറിച്ചെടുക്കുകയാണേ. ഇതിപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിലും ചേമ്പിൻ്റെ തണ്ടൊക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. പരിപ്പൊക്കെ ഇട്ട് കറി വെക്കും കേട്ടോ. പക്ഷെ ഇവിടെ പരിപ്പിട്ട് കറി വെക്കുന്നതൊന്നും ഇഷ്ടമല്ല, മോരൊഴിച്ച് കറി വെക്കുന്നതാണ് ഇഷ്ടം. അപ്പം ഞാൻ വിചാരിച്ചു ഒരു തണ്ടിങ്ങ് വെട്ടിയെടുത്തിട്ട് നമുക്ക് കുറച്ച് കറിയും വെക്കാം, അതുപോലെ തന്നെ ഉപ്പേരിയും വെക്കാം എന്നുള്ളത്. അപ്പം അമ്മ ചേമ്പിൻ്റെ തണ്ട് വെട്ടാൻ പോയപ്പം എനിക്ക് വീഡിയോ എടുക്കണം, ഞാൻ വെട്ടാമെന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങോട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കർക്കിടകത്തിലുണ്ടല്ലോ ഈ ചേമ്പിൻ്റെ തണ്ടൊക്കെ കറി വെച്ച് കഴിക്കുന്നതൊക്കെ ആരോഗ്യത്തിന് നല്ലതാണെന്നൊക്കെ പറയുന്നത് കേൾക്കാം. എന്തായാലും വിഷവും വളമൊന്നും ഇടാത്തതല്ലേ. അപ്പോൾ ഈ ഒരു ചേമ്പിന് നിങ്ങളുടെ നാട്ടിൽ എന്ത് പേരാ പറയാമെന്ന് ഒന്ന് പറയണേ. ഇവിടെ എന്തോ ഒരു പേരാ പറയുന്നത്, എനിക്ക് കറക്റ്റ് അറിയില്ല. പിന്നെ പാൽ ചേമ്പ്, നനച്ചേമ്പ്, കർക്കിടക ചേമ്പ്, തൊണ്ടി ചേമ്പ്, അങ്ങനെ ഒരുപാട് ചേമ്പുകളുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ ചേമ്പ് ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പോൾ ഒരു 2-3 മാസം കൂടെ കഴിഞ്ഞാൽ നമുക്ക് പുഴുങ്ങാനുള്ള പാകത്തിലാവും. അപ്പം പിന്നെ നമ്മൾ അധികവും പുഴുങ്ങും കേട്ടോ. അപ്പോൾ ഇതൊക്കെ അച്ഛൻ്റെ കൃഷികൾ തന്നെയാണ്. പിന്നെ കൃഷിയിലും ഉണ്ട് കേട്ടോ കുറച്ച് ചേമ്പ്. അച്ഛൻ ആദ്യം പച്ചക്കറി നട്ട സ്ഥലത്ത് അത് വേറെ ടൈപ്പ് ചേമ്പാണ്. അപ്പോൾ പിന്നെ ഞാൻ വേഗം ഇത് കറി വെക്കാനുള്ള പരിപാടിയാണ്. ഇതിൻ്റെ തോല് നമ്മൾ നന്നായിട്ടൊന്ന് ഉരിഞ്ഞെടുക്കണം, ഇല്ലെങ്കിൽ ഇത് ചൊറിയും. പിന്നെ നന്നായിട്ട് കഴുകുകയും വേണം കേട്ടോ. ഈ ഒരു സമയമാകുമ്പം കഴുകിയില്ലെങ്കിൽ നമുക്ക് പണി കിട്ടുക. അപ്പം ഞാൻ നല്ലപോലെ അത് കഴുകിയിട്ട് അതിൻ്റെ തണ്ട് ചെറുതായിട്ട് മുറിച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് കൊത്തി കൊത്തിയാണ് അരിയണ്ടേ. അപ്പോൾ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ഇവിടെ കൊത്തി കൊത്തി അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ അമ്മയും അടുത്തുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഓരോ കഥയൊക്കെ പറഞ്ഞ് ആ ചേമ്പിൻ്റെ തണ്ട് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ചേമ്പൊക്കെ കറി വെക്കുമ്പം മോരൊഴിച്ച് എന്ത് കറി വെക്കുമ്പോഴും തേങ്ങ മോര് കൂട്ടിയിട്ട് അരയ്ക്കുക, മോരല്ലെങ്കിൽ തൈര്. അപ്പോൾ ഫൈൻ പേസ്റ്റ് പോലെ കിട്ടും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ വെള്ളം കൂട്ടാണ്ട് തന്നെ നല്ലോണം കിട്ടും കേട്ടോ തേങ്ങ അരയ്ക്കുമ്പോൾ. അപ്പോൾ ഞാൻ വേഗം ഇതിൽ കുറച്ച് മുളക് പൊടിയും ഉപ്പും, പച്ചമുളകാണ് കൂടുതലായിട്ട് ഇട്ടത്, മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചു കേട്ടോ. ഇത് കുക്കറിലും വേവിക്കാം, കാരണം ഇത് താള് പോലെയല്ല, കുറച്ചധികം വേവ് ഇതിനുണ്ട് കേട്ടോ. അപ്പം ഞാനിതിലേക്ക് തേങ്ങയൊക്കെ സെറ്റാക്കി എടുത്തു. തേങ്ങ അരച്ചൊഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ ഇതിൽ കുറച്ച് ചെറിയുള്ളി, വെളുത്തുള്ളി, കടുക്, ഉലുവ ഇതൊക്കെ ഇട്ട് വറവിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണക്കമുളക്. എനിക്ക് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഇവിടെ അവരങ്ങനെ യൂസ് ചെയ്യില്ല. പക്ഷേ എനിക്ക് മോര് കറിക്ക് അത് മസ്റ്റായിട്ട് വേണം കേട്ടോ. അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. പിന്നെ കുറച്ച് തേങ്ങയും ഒക്കെ ഇട്ടിട്ട് ഉപ്പേരി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഉപ്പേരി അമ്മയാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ പിന്നെ ഈ ഒരു കറിയും ഉപ്പേരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ കേട്ടോ. നല്ല ഉണക്കമീനും പിന്നെ ചൂട് ചോറിലേക്ക് ചേമ്പിൻ്റെ കറി കൂട്ടിയിട്ട് ഫുഡ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്